പൊന്നു മക്കളെ, ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ ആ ഒരു സാധനം? ജാസ്മിൻ്റെ ആക്ടിങ് കണ്ടില്ലേ? ഇനിയിപ്പോൾ അഫ്സലിക്കാൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഇതേപോലെ കരഞ്ഞുകൊണ്ട് ചിരിക്കാനും ചിരിച്ചുകൊണ്ട് കരയാനൊക്കെ പോയി മെഴുക്കാനുള്ളതാണ്. ഓക്കെ, ഇന്നലെ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറയണ്ട, അയ്യോ എന്നെ പറയില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ ഗബ്രി പുറത്താവും, അത് ഗബ്രിക്ക് മനസ്സിലായി. അതില്ലെങ്കിൽ ഈ ജാസ്മിനും ഗബ്രിയും പേടിച്ചൊരു പേടി ഇന്നലെ ഉണ്ട്. അത് ജാസ്മിനായിരിക്കും കൂടുതൽ. ഈ ഒരു അവസ്ഥയിൽ എത്തിയോ ഇങ്ങനെ? ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഗബ്രി അല്ലെങ്കിൽ ഗബ്രിക്ക് പകരം അത്യാവശ്യം എന്താ പറയുക, ഈ ഷിബിൻ ഏതായാലും പുറത്തായി. ഇപ്പോൾ ഷിബിനോളം അങ്ങനെയുള്ള ഒരാൾ, ഈ ഷിജോയോ അല്ലെങ്കിൽ ജിൻഡോയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ജാസ്മിൻ പുറത്താവില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ സത്യത്തിൽ, അല്ലേ? അപ്പം ഗബ്രിയും ജാസ്മിനും ഈ ഒരു അവസ്ഥയിൽ എത്തിയത് ഇവർക്കത് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരിടുന്ന ഈ ക്യൂട്ട്നെസ്സും അതല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ലവ് ട്രാക്കോ സൗഹൃദ ട്രാക്കോ എന്താണ്, ക്ലാരിറ്റി പോലും ഇല്ലാത്ത ക്ലാരിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ പറയലുണ്ട്. ആ ഒരു ലെവലിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ, അതായത് ഇവരിടുന്ന ക്യൂട്ട്നെസ്സും അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ലവ് ട്രാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, പുറത്ത് പ്രേക്ഷകർ വല്ലാത്ത രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും ഗബ്രിയും ഒരിക്കലും പുറത്ത് പോവില്ല. മുമ്പ് ഈ എന്താ പറയുക, നമ്മളെ പേർലിമാണിയും ശ്രീലുനും ഒക്കെയുള്ള ഒരു ഇതെല്ലാവരും കാണും. അതേപോലുള്ള അല്ലെങ്കിൽ മണിക്കൂട്ടൻ്റെ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടും. അങ്ങനെയൊക്കെ ആയിരിക്കും പ്രേക്ഷകർ കാണുക. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ മേലെ ആയിരിക്കും നമ്മൾ എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? സത്യത്തിൽ പുറത്ത് കിടക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂലല്ലോ ഈ രണ്ടാളുകൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കും. ഇത് പ്രേക്ഷകർ ഇത്രത്തോളം ഈ രണ്ട് വ്യക്തികളെ കൊണ്ട് ഈ ഷോ തന്നെ വെറുത്തിരിക്കുന്ന ഒരവസ്ഥ ഈ ബിഗ് ബോസ് സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ, മലയാളത്തിൻ്റെ ആ ചരിത്രത്തിൽ തന്നെ ഈ ഒരു സീസൺ 6 അത്രയും വെറുത്തൊരു സീസൺ വേറെ ഉണ്ടായിരിക്കില്ല. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഇന്നലെ അത്രത്തോളം പേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ചിലപ്പം ഒന്ന് മാറ്റി പിടിക്കാനും അല്ലെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ ഈ സ്ത്രീ പ്രയോഗിച്ചൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതായത് കുറച്ച് ഭയങ്കര നീറ്റായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കുലീനായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ യഥാർത്ഥത്തിലൊരു സ്ത്രീ എങ്ങനെയാണോ എന്നുള്ളതൊക്കെ അതിനറിയാം. പക്ഷെ ഇവിടെ ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ വേറൊരു തന്ത്രം, ഇവിടെ വേറൊരു തന്ത്രം. പക്ഷെ ഒരു തന്ത്രം ഇവിടെ ഏറ്റിട്ടില്ല എന്നുള്ളത് ഇതിന് മനസ്സിലായിട്ടില്ലേ? ഇത് ക്യൂട്ട്നെസ് ഇടലും ഭയങ്കര ഉമ്മ വെക്കലും കെട്ടിപ്പിടുത്തും അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോഴും അത് റീൽസിനും ഷോർട്സിനും ഒക്കെ കണക്കാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പുറത്തിങ്ങനെ ഭയങ്കര തരംഗം ഉണ്ടാക്കുക എന്നായിരിക്കും ഈ ഗബ്രിയും ജാസ്മിനൊക്കെ വിചാരിച്ചത്. പക്ഷേ അതങ്ങനെ ഒന്നല്ല. ഗബ്രിക്ക് ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു കാര്യം പക്കായിട്ട് ക്ലിയർ ആയിട്ടുണ്ടോ. ജാസ്മിന് ഇനി മുതൽ നോക്കിക്കോ, അത് ഇനി എങ്ങനെ അത് കളിക്കും, അതിൻ്റെ ഗെയിം അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടു, ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും. ഇതുപോലെ വായിട്ട് അലച്ച് ഈ വായിലൂടെ അപ്പിയിട്ട് എറിയുന്ന സംസാര രീതിയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണോ ഈ കുറേ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാ മാഷാ അല്ലാ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കുറേ സബ്സ്ക്രൈബ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ വേറൊരു തന്ത്രമാണ് ആ സ്ത്രീ പ്രയോഗിച്ചിട്ടുള്ളത്. അതേതായാലും ചീറ്റി പോയി എന്നുള്ളത് ഈ സായിവായും അതുപോലെ തന്നെ ഈ രശ്മിൻ ബായിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഇടി വെട്ടിയ പാമ്പിൻ്റെ പോലെ രശ്മിൻ ബായി നിൽക്കുന്നത്. ഒന്ന് പുറത്ത് പോയി വന്നപ്പം ഞാനിങ്ങനെ ഒരു ബോൾഡ് ലേഡി അല്ലെങ്കിൽ ഒരു ലേഡി ബോസിനെ പോലെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതൊക്കെ ഒരു സ്ത്രീക്ക് വളരെ വെടുപ്പായി ബോധ്യമായിട്ടുണ്ട്. അതാണിപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് പൂച്ച കുത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അപ്പം ഈ രശ്മിൻ ബായും സീക്രട്ട് ഏജൻറ്റും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടി വെച്ചിട്ട് ഇനി ഈ സാധനം ഗെയിംസൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. പിന്നെ ഇന്നലത്തെ അഭിനയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് കയപ്പാണത്. കാലൊന്നും നിലത്ത് കുത്തുന്നില്ലേ, ഹെയറിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അയ്യോ എന്നെ പറയില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കരയുന്നുണ്ട്, ഭയങ്കര നിലവിളിച്ചിട്ടൊക്കെയാണ് കരയുന്നത്. പക്ഷെ തുള്ളി കണ്ണീര് കണ്ണെന്ന് വരുന്നത് കണ്ടിട്ടില്ല. ഓക്കെ, ഇത് ഈ ഗബ്രിക്ക് എനിക്ക് തോന്നുന്നുണ്ട്, ഇത് ഗബ്രി അല്ലെങ്കിലും ഒരു കൈ അകലം അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു അകലം ഒക്കെ ഒന്ന് വെച്ചിട്ടാണ് ഗബ്രി ആദ്യമേ പോന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ട്രോങ് ആയി. പക്ഷേ ഗബ്രിക്ക് മനസ്സിലായി ഈ ഒരു പോക്ക് പോകണത് ശരിയല്ല എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. 2-3 ആഴ്ച മുമ്പൊക്കെ ഈ ജാസ്മിൻ്റെ അടുത്ത് ഇതുവരെ
ഒരു രീതിയിലും പ്രതികരിക്കാത്ത ഒരാൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു വരവ് ഇങ്ങനെ നേരെ പോന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗബ്രി ഇന്ന് പുറത്താവേണ്ട ഒരാളല്ല. ഗബ്രീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ ഏതെങ്കിലും ജനറൽസിനൊക്കെ, അതായത് ഇപ്പം ഭയങ്കര ഈ ഗബ്രീൻ്റെ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അയാളുടെ മൈൻഡും അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അയാൾ ഏതൊരു ഗെയിമിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അയാളുടെ ഒരു ഇത് കണ്ടിട്ടില്ലേ, ഭയങ്കര. ഇനി അയാൾ ഈ ഒരു അവസ്ഥയിൽ പുറത്താവേണ്ട ഒരാളല്ലായിരുന്നു ശരിക്കും. അയാൾക്ക് പറ്റിപ്പോയ ഒരൊറ്റ മിസ്റ്റേക്ക് മാത്രമുള്ള എല്ലാവർക്കും അറിയാം, അത് ഈ ജാസ്മിൻ്റെ പാവാട തൂങ്ങിപ്പോയി എന്നുള്ളത് മാത്രമാണ്. ഇപ്പം അയാളുടെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോയിട്ട് എന്താ എനിക്കറിയില്ല, അങ്ങനെ അത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ ഗബ്രി. ഏതെന്നായാലും നമ്മളെന്തൊക്കെയോ മാസ്മരികം എന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പം ഗബ്രിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ, ബോധ്യമായിട്ടുണ്ടോ ആ ബോധത്തിലേക്ക്. ഇനി ജാസ്മിൻ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് എണ്ണം ഈ രശ്മിൻ ബായും അതുപോലെ ശ്രീരേഖയും എന്താ പറയുക അശ്വതി എന്ന് പറയുക സീരിയൽ നടിയിൽ അതും, പിന്നെ ആരൊക്കെയാണ് വേറെ 2 പീസുകളും കൂടി ഉണ്ട് അങ്ങനത്തെ, നോറ, അങ്ങനെയുള്ള കുറച്ചെണ്ണം. പിന്നെ ജിൻഡോ, ഷിജോ, അതൊക്കെ വെറുതെ വായകൾ തന്നെയാണ്, ആരും അത്ര പോരാ എന്നെൻ്റെ അഭിപ്രായത്തിൽ. ആ ഷിബിനൊക്കെ അവിടെ വേണ്ടതായിരുന്നു ഈ ഒരു സമയത്ത്. ഷിബിൻ അല്ലെങ്കിൽ റോക്കിനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഏതായാലും പോയി. ഏതെന്നാണെന്നുണ്ടെങ്കിലും ഗബ്രീൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടാണ് തോന്നുന്നത്. ഇല്ല